11 ആഴ്ചകൾക്ക് മുൻപ് നിരുപാധികമായ കീഴടങ്ങൽ അല്ലാതെ ഇറാനുമായി യാതൊരു കരാറുമില്ല എന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. ഇറാന്റെ ആണവ പദ്ധതികൾ ഇല്ലാതാക്കുക, ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി അവസാനിപ്പിക്കുക, സമ്പുഷ്ട യുറേനിയം യുഎസിന് കൈമാറുക എന്നിങ്ങനെയാണ് പല ആവശ്യങ്ങൾ. അമേരിക്ക പറയുന്ന വിധത്തിൽ ഇറാൻ 100 വട്ടം കരാറിൽ ഒപ്പിടും എന്നും ഏകപക്ഷീയമായി ട്രംപ് ഭീഷണി മുഴക്കി. എന്നാൽ ഇറാനുമായുള്ള സമാധാന കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ അമേരിക്ക ഇതെല്ലാം മറന്നതായാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. ചർച്ചകളിൽ പഴയ ആവശ്യങ്ങളിൽ നിന്നെല്ലാം അമേരിക്ക ഏറെ പിന്നോക്കം പോയിരുന്നു. യുറേനിയം സമ്പുഷ്ടീകരണം, ആണവ ഭീഷണി, ബാലിസ്റ്റിക് മിസൈലുകൾ. ഇപ്പോൾ ഇതൊന്നും അമേരിക്ക പറയുന്നില്ല. ഹോർമൂസ് കടലിടുക്ക് തുറക്കുക, ഈ ഒറ്റ കാര്യമാണ് ഇപ്പോൾ ചർച്ചാമേശയിലുള്ളത്. ആദ്യം ഹോർമൂസ്, പിന്നെ സമയം പോലെ മറ്റു വിഷയങ്ങൾ എന്ന അവസ്ഥയിലെത്തിയിരിക്കുന്നു ട്രംപും കൂട്ടരും. ഇറാൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് അമേരിക്കയും ഇറാനും തമ്മിൽ പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ നടക്കുന്ന ചർച്ചയുടെ വിശദാംശങ്ങൾ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ വിഷയങ്ങൾ പൂർണ്ണമായും ചർച്ച ചെയ്ത് തീർന്നിട്ടില്ല എന്ന് ട്രംപ് സമ്മതിക്കുന്നുണ്ട്. എന്നിട്ടും വരാൻ പോകുന്ന കരാർ വിപ്ലവകരമായ ഒന്നാണെന്ന് ട്രംപ് അവകാശപ്പെടുന്നു. അതിനിടയിലാണ് ചർച്ചകളിൽ ഇടപെടുന്ന അമേരിക്കൻ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ച് കരാറിലെ വ്യവസ്ഥകൾ റിപ്പോർട്ട് ചെയ്തത്. ശാശ്വത സമാധാനം, ആണവ വിഷയങ്ങൾ, ബാലിസ്റ്റിക് മിസൈൽ പ്രശ്നങ്ങൾ എന്നിവയൊന്നും ഇപ്പോൾ ചർച്ചയിലില്ല. ഉള്ളത് ഹോർമൂസ് കടലിടുക്ക് തുറക്കുക എന്ന ഒറ്റ വ്യവസ്ഥ മാത്രം. പകരം ഇറാൻ ആവശ്യപ്പെടുന്ന വിധത്തിൽ യുഎസ് ഉപരോധത്തിൽ അയവ് വരുത്തും. സമഗ്ര കരാറല്ല, ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കാനുള്ള താൽക്കാലിക ക്രമീകരണം അതുമാത്രമാണ് ഇതുവരെ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞത്. ഇനി ഇത് ഇറാൻ പരമാധികാരി മുസ്തഫ ഖമനേയി അംഗീകരിക്കണം. ട്രംപും മുസ്തഫയും ഒപ്പുവെക്കണം. സംഗതി പവനായി ശവമായി എന്നാണെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ ഇതുപോലും ട്രംപിനെ കച്ചിത്തുരുമ്പാകും. ട്രംപിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടിക്കാർ പോലും കടുത്ത എതിർപ്പാണ്. നവംബറിൽ ഇടക്കാല തിരഞ്ഞെടുപ്പ് വന്നാൽ ട്രംപിനും കൂട്ടർക്കും പണിയുറപ്പ്. ആ നിലയ്ക്ക് പേരിനെങ്കിലും ഒരു കരാർ ഉണ്ടാക്കി അതിവിപ്ലവകരമെന്ന് വ്യാഖ്യാനിച്ച് തൽക്കാലം തടി രക്ഷപ്പെടാനാണ് ട്രംപിന്റെ പ്ലാൻ. ഇറാനും ആശ്വാസമാണ് ഈ അവസ്ഥ. യുദ്ധത്തിന് കാരണമായ വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. ഭീഷണിപ്പെടുത്തിയുള്ള കരാറിൽ ഒപ്പിടേണ്ട. എണ്ണ വരുമാനത്തിന്റെ ഭൂരിഭാഗം ഇല്ലാതായി തകർച്ചയുടെ വക്കിലെത്തിയ ഇറാന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഇതോടെ പുതുജീവൻ ലഭിക്കും. ലോകത്തെ സംബന്ധിച്ച് ഇതും ആശ്വാസമാണ്. ചരിത്രത്തിലെ ഏറ്റവും വലിയ ഊർജ്ജ പ്രതിസന്ധിയിൽ നിന്ന് കരകയറാനാകും ഇത്. ലോകത്തിനാകെ ബാധ്യതയായ ഒരു യുദ്ധത്തിന് താൽക്കാലിക ശമനമുണ്ടാകും. വളരെ എളുപ്പത്തിൽ കൈവിട്ടു പോകാമായിരുന്ന ഒരു സംഘർഷം അയയുന്നു എന്നത് പോസിറ്റീവായ കാര്യം തന്നെയാണ്. ലോകത്തിലെ 4/1 എണ്ണ കടന്നു പോകുന്ന ഹോർമൂസ് പാത വീണ്ടും തുറക്കപ്പെട്ടാൽ ഇപ്പോഴത്തെ ഇന്ധന പ്രതിസന്ധിക്ക് ശമനമാകും. ചർച്ചകളിൽ ഇരുവിഭാഗത്തിനും വിട്ടുവീഴ്ച ചെയ്യുകയല്ലാതെ മറ്റു മാർഗമില്ലായിരുന്നു എന്നാണ് വാസ്തവം. മോശം ഓപ്ഷനുകളിൽ നിന്ന് ഏറ്റവും ദോഷം കുറഞ്ഞ ഒന്നാണ് ഇരുപക്ഷവും തിരഞ്ഞെടുത്തത്. ഇത്രയൊക്കെയായി ഈ കരാർ വന്നാൽ എന്ത് സംഭവിക്കും എന്നാലോചിച്ചാൽ അതിലും വലിയ തമാശയാണ്. ഫെബ്രുവരി 28-ന് യുദ്ധം ആരംഭിച്ചപ്പോൾ ഉണ്ടായിരുന്ന ഏകദേശാവസ്ഥ വീണ്ടും വരും. അതായത് കൊടും യുദ്ധം ചെയ്തിട്ടും അവസ്ഥകൾ ഒരിഞ്ചു മാറിയിട്ടില്ല എന്നർത്ഥം. പിന്നെന്തിനായിരുന്നു ഈ യുദ്ധമെന്നാണ് ലോകത്തിനൊപ്പം അമേരിക്കൻ ജനതയും ചോദിക്കുന്നത്. യുദ്ധവിരാമം സംബന്ധിച്ച് ഇറാനും അമേരിക്കയും ധാരണാപത്രം ഒപ്പുവെക്കുന്നതിൽ അനിശ്ചിതത്വം തുടരുകയാണ്. ലബനൻ വെടിനിർത്തലും മരവിപ്പിച്ച സ്വത്തുക്കളുടെ കൈമാറ്റവും ധാരണാപത്രത്തിൽ ഉൾപ്പെടുത്താൻ വിസമ്മതിച്ച് അമേരിക്കയും രംഗത്തെത്തി. പുതിയ ഭേദഗതികൾ അംഗീകരിക്കില്ലെന്ന് ഇറാനും മറുപടി നൽകിയതോടെയാണ് കരാർ രൂപീകരിക്കുന്നതിൽ വീണ്ടും പ്രതിസന്ധി രൂക്ഷമായത്. ഇറാനുമായി അധികം വൈകാതെ മികച്ച കരാർ ഉണ്ടാകുമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. അതേസമയം പശ്ചിമേഷ്യൻ സമാധാന ചർച്ചകൾക്കിടെ ഹോർമൂസ് കടലിടുക്ക് തുറന്നേക്കുമെന്ന പ്രതീക്ഷയിലാണ് ലോകരാജ്യങ്ങൾ. ഇറാനുമായുള്ള കരാർ ധൃതി പിടിച്ച് പൂർത്തിയാക്കരുതെന്ന് ട്രംപ് പ്രതിനിധി സംഘത്തിന് നിർദ്ദേശം നൽകിയതായാണ് വിവരം. നിലവിലെ ചർച്ചകളിൽ ഇറാന് കൂടുതൽ മുൻതൂക്കം ലഭിക്കുന്നുണ്ടെന്ന ഡെമോക്രാറ്റിക് വിഭാഗത്തിന്റെ വിമർശനത്തെ തുടർന്നാണ് ട്രംപിന്റെ ഈ നിലപാട് മാറ്റം. ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ടെങ്കിലും കരാർ ഒപ്പുവെക്കുന്നതുവരെ ഇറാനുമേലുള്ള സാമ്പത്തിക ഉപരോധം തുടരുമെന്ന് ട്രംപ് വ്യക്തമാക്കി. നേരത്തെ ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട സുപ്രധാന പ്രഖ്യാപനം ഉടൻ ഉണ്ടായേക്കുമെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ അഭിപ്രായപ്പെട്ടു. ഇന്ത്യ സന്ദർശനത്തിനിടെ ഡൽഹിയിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. പശ്ചിമേഷ്യയിൽ തുടരുന്ന സംഘർഷത്തിന് അറുതി വരുത്താൻ ലക്ഷ്യമിട്ടുള്ള ഒരു സമാധാന കരാറിലേക്കുള്ള ചർച്ചകൾ അവസാന ഘട്ടത്തിലാണെന്ന് റൂബിയോ സൂചിപ്പിച്ചു. അടുത്ത ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ലോകത്തിന് ചില നല്ല വാർത്തകൾ ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ കരുതുന്നു എന്ന് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. അമേരിക്കയും ഇറാനും തമ്മിൽ നിലനിൽക്കുന്ന തർക്കങ്ങൾ പരിഹരിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഈ കരാർ മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും റൂബിയോ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.